കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിനുള്ളിൽ കണ്ടെത്തിയ അസ്ഥികൂടം തലശ്ശേരി സ്വദേശിയുടേതെന്ന് സംശയം. അസ്ഥികൂടത്തിന് സമീപത്തു നിന്നും തലശ്ശേരി വിലാസത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതാണ് സംശയത്തിന് കാരണമായത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അസ്ഥികൂടം ഫോറൻസിക് സംഘം പരിശോധിക്കുകയാണ്. അസ്ഥികൂടം പുരുഷന്റേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. അസ്ഥികൂടത്തിനൊപ്പം തൊപ്പി, ടൈ, റീഡിംഗ് ഗ്ലാസ് എന്നിവയും കണ്ടെത്തിയിരുന്നു. അസ്ഥികൂടം പുരുഷന്റേതെന്നും തൂങ്ങി മരിച്ചതാകാമെന്നും പോലീസിന്റെ നിഗമനമുണ്ടായിരുന്നു. അസ്ഥികൂടം പുരുഷന്റേതാണെന്നും തൂങ്ങി മരിച്ചതാകാമെന്നുമായിരുന്നു പോലീസിന്റെ നിഗമനം. ഏറെ നേരം നീണ്ട മുന്നൊരുക്കങ്ങൾക്കൊടുവിൽ അതിസാഹസികമായാണ് 20 അടി താഴ്ചയുള്ള പഴയ വാട്ടർ ടാങ്കിനുള്ളിൽ പോലീസും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഇറങ്ങി അസ്ഥികൂടം പുറത്തെടുത്തത്. ഫോറൻസിക് വിദഗ്ധരും പരിശോധനയ്ക്കായി ടാങ്കിനുള്ളിൽ ഇറങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കാര്യവട്ടം ക്യാമ്പസിന്റെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന വാട്ടർ അതോറിറ്റിയുടെ പഴയ ടാങ്കിനുള്ളിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. ക്യാമ്പസിലെ ജീവനക്കാർ പ്രദേശം ശുചീകരിക്കാനെത്തിയപ്പോഴാണ് വാട്ടർ ടാങ്കിന്റെ മാൻഹോൾ വഴി അസ്ഥികൂടം കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് കഴക്കൂട്ടം പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി പരിശോധിച്ചിരുന്നു. 20 അടി താഴ്ചയിലാണ് അസ്ഥികൂടം കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മതിയായ സുരക്ഷയില്ലാതെ ടാങ്കിനുള്ളിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാ സേനയും പോലീസും മടങ്ങുകയായിരുന്നു. ഇന്ന് രാവിലെ ഫോറൻസിക് സംഘവും അഗ്നിരക്ഷാ സേനാംഗങ്ങളും പോലീസും സ്ഥലത്തെത്തി അസ്ഥികൂടം പുറത്തെടുക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുകയായിരുന്നു. ടാങ്കിനുള്ളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് സംഘം ഇറങ്ങിയത്. കുറേ നാളായി ടാങ്ക് തുറക്കാതെ ഇട്ടിരിക്കുന്നതിനാൽ ഇതിനു വേണ്ടിയുള്ള മുൻകരുതലുകളും സ്വീകരിച്ചിരുന്നു. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആളുകളെ കാണാതായതുമായി ബന്ധപ്പെട്ട വിവിധ പോലീസ് സ്റ്റേഷനുകളിലുള്ള പരാതികൾ ഉൾപ്പെടെ പരിശോധിക്കുവാനാണ് തീരുമാനമായിരിക്കുന്നത്.